അപ്പോൾ ആ സമയത്ത് പ്രധാനമന്ത്രി പറയുമ്പോൾ രാഹുൽ ഗാന്ധി കോപ്പറേറ്റ് ചെയ്യണമായിരുന്നു. ആ ഗ്രേസ് രാഹുൽ ഗാന്ധിക്കില്ല. ആരാ അങ്ങേരുടെ അഡ്വൈസേഴ്സ് എന്ന് എനിക്കറിയില്ല. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ഇത് പ്രസംഗിച്ച് കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി പരസ്യ പ്രസ്താവന കൊടുക്കണം. കോൺഗ്രസ് പ്രധാനമന്ത്രിയോട് സഹകരിക്കാൻ തയ്യാറാണ്, ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പറയണം. ഞങ്ങൾക്ക് ചൈനയിൽ കോൺടാക്ട്സ് ഉണ്ട്, ഇറാനിൽ കോൺടാക്റ്റ് ഉണ്ട്, അമേരിക്കയിൽ കോൺടാക്റ്റ് ഉണ്ട്, പല രാജ്യങ്ങളിലും ഞങ്ങൾക്ക് കോൺടാക്റ്റ് ഉണ്ട്. ആസ് എ പാർട്ടി, നോട്ട് ഓൺലി ആസ് എ പാർട്ടി, എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല നേതാക്കളുമുണ്ട്. ഷാൽ ഐ ഡൂ സംതിങ് ഫോർ ദ കൺട്രി? അതെന്ത് ചെയ്യണം എന്നുള്ളത് പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും മാത്രമിരുന്ന് അടച്ചിട്ട മുറിയിൽ ചർച്ച ചെയ്യണം. എന്നിട്ട് രാഹുൽ ഗാന്ധി ചില പ്രത്യേക രാജ്യങ്ങളിലേക്ക് പറക്കുന്നു, മറ്റ് ചില രാജ്യങ്ങളിലേക്ക് പ്രധാനമന്ത്രി പോകുന്നു. ദർ ഇസ് ആൻ എമർജൻസി. അത് ഈ പര്യടനം കഴിഞ്ഞ് രാഹുൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ 543 ലോക്സഭാ സീറ്റിൽ പകുതി സീറ്റ് രാഹുൽ ഗാന്ധിയുടെ പോക്കറ്റിലിരിക്കും. ഈ രാഷ്ട്രീയ ബോധം ഈ മനുഷ്യനില്ലേ? സ്റ്റേറ്റ്സ്മാനായിട്ട് നിങ്ങൾ കാണപ്പെടണ്ടേ? നിങ്ങളുടെ സ്റ്റേച്ചർ പെട്ടെന്ന് പ്രധാനമന്ത്രിക്കൊപ്പം ഉയരും. ഇപ്പം നിങ്ങൾ തീരെ ചെറുതും പപ്പു എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് നാശമായിട്ട് നിൽക്കുന്നു. മോദി ടവറിങ് ഫിഗറായിട്ട് നിൽക്കുന്നു. നിങ്ങളുടെ സാമർഥ്യം, നിങ്ങളുടെ ഓഫർ ഫോർ കോപ്പറേഷൻ, അല്ല മോദിയെ പരിഹസിക്കുക, അതൊന്നുമല്ല ചെയ്യേണ്ടത്. ഞങ്ങൾ പ്രതിസന്ധി ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ വായിച്ച് നോക്കും, 90 ലക്ഷം ആൾക്കാർ നമ്മുടെ ഗൾഫിലുണ്ട്. ഇതുവരെ ദൈവാധീനം കൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. ഒരു കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇറാനാണെങ്കിൽ വെറി പിടിച്ച് നിൽക്കുകയാണ്. ആരെയൊക്കെയാണ് അവൻ തല്ലുന്നത്, ആരൊക്കെയാണ് അവനെ തല്ലുന്നത്? ഇത് അമ്പലപ്പറമ്പിലെ അടി പോലെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. ഒരുപാട് പേര് തല്ലുന്നു. ഇപ്പം നമ്മുടെ ആൾക്കാരെ നമ്മൾ സംരക്ഷിക്കണ്ടേ? അവർ ഗൾഫിൽ പോയി, അതുകൊണ്ട് അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല. യൂറോപ്പിലുള്ളവർ, അമേരിക്കയിലുള്ളവരൊക്കെ പലരും അവിടെ പൗരത്വമൊക്കെ എടുത്ത് കാണും. ഗൾഫിൽ അങ്ങനെയല്ലല്ലോ, ഇവരെ പൗരന്മാരാകാൻ സമ്മതിക്കില്ല. അവർക്ക് ഏക ആശ്രയം ഭാരതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. 90 ലക്ഷം പേര് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പോകുന്നു? അതിനൊരു ഡിസൈനാണ് ഈ UAE-യുമായിട്ടുള്ള സ്പെഷ്യൽ ബന്ധം. ഇപ്പോൾ നമ്മൾ UAE-യുടെ ഭാഗത്താണ്. വി സ്റ്റാൻഡ് വിത്ത് UAE എന്ന് പറഞ്ഞ് നമ്മൾ പ്രസ്താവന ഇറക്കി. UAE ഇറാൻ ആക്രമിച്ചപ്പോൾ കം വാട്ട് മേ, വി സ്റ്റാൻഡ് വിത്ത് UAE. UAE-യുടെ ഫുജൈറ പോർട്ട് ഇവർ ആക്രമിച്ചു, ഇറാൻ. ഫുജൈറ വാസ് എ ബൈപ്പാസ് ഫോർ ഈ ഹോർമുസ് ഇങ്ങനെ, ഫുജൈറ ഇങ്ങനെ, ഹോർമുസും കഴിഞ്ഞ് ടെർമിനൽ. ഹോർമുസിൻ്റെ അത്രയും കപ്പാസിറ്റി ഒന്നുമില്ല, പൈപ്പ് ലൈൻ വഴിക്കുമൊക്കെ വേണം അവിടെ എണ്ണ വരാൻ. ബട്ട് സ്റ്റിൽ വലിയ ടെർമിനലാണ്. അതിനെയാണ് ഇറാൻ ആക്രമിച്ചത്. അപ്പോൾ ഇന്നലെ വാർത്ത വന്നു, UAE ചരിത്രത്തിലാദ്യമായിട്ട് ഇറാൻ്റെ എണ്ണ ശേഖരത്തിലേക്ക്, റിഫൈനറിലേക്ക് അറ്റാക്ക് നടത്തി. അവരിന്ന് വരെ അറ്റാക്കില്ല, ഡിഫൻസായിരുന്നു അവർ അറ്റാക്ക് ചെയ്തത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് അവർ അയൺ ഡോം വാങ്ങി ഇൻസ്റ്റോൾ ചെയ്ത് ഇസ്രായേൽ സൈന്യം അവിടെ വന്നിട്ട് അവരാണ് അയൺ ഡോം ഓപ്പറേറ്റ് ചെയ്യുന്നത്. പെട്ടെന്ന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ UAE-കാർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ള സ്ഥിതി വരുമല്ല. അപ്പോൾ UAE-യെ ഓപ്പണായിട്ട് ഇസ്രായേൽ പിന്തുണയ്ക്കുകയാണ്. അടുത്തത് സൗദി ആയിരിക്കും. സൗദിയെയും ഇസ്രായേൽ ഓഫർ കൊടുത്തിട്ടുണ്ട്, സൗദി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സൗദി പതുക്കെ പിന്നാലെ വരും.